ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ പുഴുങ്ങി അതിൻ്റെ തോലുകളെല്ലാം കളഞ്ഞ് അത് മുറിച്ച് വെക്കണം. അതിനുശേഷം മുട്ടയുടെ ആ ഉണ്ണിയെല്ലാം മാറ്റി വെക്കണം. അതിലേക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അപ്പം ഞാൻ കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കയ്യിൽ വെച്ചോ വിസ്ക് വെച്ചോ ഒന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് ഉടച്ചെടുക്കണം. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളാണ്. അപ്പം അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഒരു സവാള, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ടതായിരുന്നു, എന്നാലും ഇതൊക്കെ കൂടി ഇട്ടപ്പോൾ ഒരു ഇത്തിരിയും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞെടുത്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ മുട്ടയുടെ ഉണ്ണി അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റി വെക്കുക. ഞാൻ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ട് സ്റ്റിക്കുകളാണ് വേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ കൊള്ളികൾ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ മുട്ടയുടെ ഉള്ളിലേക്ക് നമ്മൾ മാറ്റി വെച്ച ബോൾസുകൾ അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് ആ സ്റ്റിക്ക് അതിൻ്റെ നടുവിലായിട്ട് കുത്തി വെക്കുക. പിന്നീട് അത് പൊരിക്കാനായിട്ട് മൈദപ്പൊടിയാണ് വേണ്ടത്. അപ്പം മൈദപ്പൊടി ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടുങ്ങാണ്ട് വെള്ളം കലക്കി നല്ലൊരു മാവ് റെഡിയാക്കണം. പിന്നീട് ആവശ്യമായിട്ടുള്ളത് റസ്ക് പൊടിയാണ്. അപ്പം ഈ മൈദ മാവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ മുട്ടയും മാവിലേക്ക് വെച്ച് റസ്ക് പൊടി കോട്ട് ചെയ്തെടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോ കോട്ട് ചെയ്ത് വെച്ച ഇതും അതിലേക്കിട്ട് പൊരിച്ചെടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.